ഞാൻ എൻ്റെ ഒരു ചോദ്യം കൂടി, ഈ റിപ്പോർട്ടിൽ പല ഗണ്ണികകളും ഒഴിവാക്കിയിട്ടാണ് സർക്കാർ ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത്. ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവോ ഈ താരങ്ങളുടെ? അത് തീർച്ചയായിട്ടും സർക്കാർ മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. കാര്യം എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാലാപാർവതി അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എനിക്കതിനെക്കുറിച്ച് വ്യക്തതയില്ല. കാര്യം ഞാനൊന്നത് റിപ്പോർട്ട് ഫുൾ വായിച്ചിട്ടില്ല. ഇങ്ങനെ നിങ്ങളൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിട്ടുള്ള ഒരു അറിവ്. അതുകൊണ്ട് എത്രയോ ഖണ്ഡികയോ മറ്റോമാണ് അതെന്താ 100 ചില്ലുവാൻ പേജോ മറ്റോ ഇപ്പോൾ സർക്കാർ അത് മറച്ചു വച്ചിരിക്കുന്നതെന്നാണ് മാലാപാർവതി പറഞ്ഞിരിക്കുന്നത്. അത് ആ ആരോപണം ഇച്ചിരി ഗുരുതരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വിവരാവകാശ കമ്മീഷനുടെ ഉത്തരവിൻ്റെ ലംഘനമാണ്. അത് തെറ്റാണ്. ഷമ്മി ഇനിയും തുറന്നു പറയും? എൻ്റെ തുറന്നു പറച്ചിലിനോട് ഒരു പ്രസക്തിയില്ല. ഞാൻ പറയുമെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ 24 തീയതി ഉചിതമായ സമയമുണ്ട്. ആ സമയത്ത് ഷമ്മി തിലകൻ ഇക്കാര്യത്തിൽ തുറന്നു പറച്ചിലുണ്ട്. അതിന് വരെ കാത്തിരിക്കണം എന്നുള്ളൊരു 24 തീയതി എന്നൊരു ഡേറ്റിൻ്റെ പ്രത്യേകത. അതായത് ഷമ്മി തിലകൻ 2018 വരെ കർമ്മങ്ങൾ ചെയ്താണ്, പിതൃകർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ ചെയ്തിട്ടും അതേപോലെ അച്ഛൻ ഭൂമിയിലുണ്ട് എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് ആ കർമ്മം നിർത്തിയതെന്ന് ഷമ്മി തിലകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ അത് ശരി. അതുകൊണ്ട് അല്ല, അത് ഇത്രയേ ഉള്ളൂ. 24 തീയതി ഞാൻ കർമ്മം ചെയ്യുമെങ്കിൽ അതെൻ്റെ സംതൃപ്തി കൊണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ കർമ്മം ചെയ്യില്ല. അത് തന്നെയാണ് അതിൻ്റെ വിഷയം. ഈ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നപ്പോൾ അച്ഛൻ ഈ ഭൂമിയിലുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതെ, അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞ കോടതി വിധി, അതുപോലെ ഇപ്പോൾ ഹേമ കമ്മിറ്റി, ഇതിനകത്തെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ അച്ഛനാണ്. ഞാനിപ്പോൾ തിലകൻ എന്നുള്ള വാക്ക് മാറ്റി എൻ്റെ അച്ഛനെ കുറിച്ച് പറയാം. എൻ്റെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ അച്ഛന് നീതി കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ എന്താണ് ഒരു ഹിന്ദു ആ ഒരു ഇത് പ്രകാരം ഒരു ആൾ ഒരു മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ മറ്റേ ഇത് ചെയ്യണമെന്നാണല്ലോ, എന്താ പറയുന്നത്, കർമ്മം ചെയ്യണം അല്ലേ, ശ്രാദ്ധമാണോ അങ്ങനെ എന്താണ്, കർമ്മം ചെയ്യണമെന്നാണല്ലോ. അപ്പോൾ അത് ഞാൻ 2018 വരെ ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആ സമയത്താണല്ലോ അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ്. അതിൽ ഞാനവിടെ ഈ വിഷയം ഈ എന്താണ് നമ്മുടെ ഈ കമ്മീഷൻ്റെ ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ ഞാനൊരു പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിക്കുകയും WCC അംഗങ്ങളെയും എന്നെയും ജോയി മാത്യുവിനെയൊക്കെ കൂടെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാനും ജോയി മാത്യുവും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാം കൂടി ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ജോയി മാത്യു ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം സമയത്ത് പുള്ളി പറഞ്ഞു, നമ്മുടെ ഈ സംഘടനയുടെയും എല്ലാവരുടെയും സിനിമയിലുള്ള മൊത്തത്തിലെ ഈ ഒരു ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം തിലകൻ ചേട്ടൻ്റെ പ്രാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും വർഷമായിട്ട് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ കർമ്മം ചെയ്തിട്ടും പുള്ളിക്ക് ഒരു കുലുക്കവും ഇല്ല, പുള്ളിക്ക് ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശമില്ല. അതെന്താണെന്ന് എനിക്ക് അപ്പം ഞാൻ ചോദിച്ചു, ഞാനെന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്? അപ്പോൾ പുള്ളിക്കൊരു സംതൃപ്തി കിട്ടിയിട്ടില്ല എന്നുള്ളതല്ലേ. കാര്യം അല്ല, ആത്മാവിന് നിത്യശാന്തി കിട്ടുക, ഇവിടുന്ന് അങ്ങ് എന്താണ് പരലോകത്തേക്കോ അങ്ങനെ എന്തോ ഒരു ഇതാണല്ലോ. അപ്പോൾ അതിലേക്ക് അയക്കുക എന്നുള്ളതാണല്ലോ. അത് സാധ്യമല്ല. ഞാനല്ല, ഇനി ബ്രഹ്മാവ് ഇറങ്ങി വന്നാലും പുള്ളി ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അച്ഛൻ്റെ വാക്കുകൾ കൊണ്ട് ചേട്ടനും ഇരയായിട്ടുണ്ടല്ലോ. ചേട്ടനെ പല സിനിമകളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അതും ഇത്തരത്തിലുള്ളൊരു നടപടി തന്നെയാണ്. അവർ ഗ്രൂപ്പ് അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിനകത്ത് എൻ്റെ വിഷയം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ആ വിഷയം എന്നെ പുറത്താക്കിയതിൻ്റെ വിഷയത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എൻ്റെ വിഷയമല്ല, എൻ്റെ അച്ഛൻ്റെ വിഷയമാണ്. പിന്നെ എന്നിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളുമൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തു പോയതാണ്. ശരിക്ക് എൻ്റെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വിഷയം തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആ പ്രശ്നം 2018 അവതരിപ്പിച്ചത്. കാര്യം ഈ പറയുന്ന എന്താണ് ജഡ്ജ്മെൻറ്റിനെ തുടർന്ന് ആ ജഡ്ജ്മെൻറ്റിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് തിലകനോട് കാണിച്ചത് അനീതിയായിരുന്നു എന്നുള്ളത് കണ്ടെത്തലുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് എൻ്റെ സംഘടനയിൽ അത് അതിനെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തല്ലോ, ഒരു മീറ്റിങ്ങിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തല്ലോ, ആരെങ്കിലും തെളിവോടുകൂടി വന്നു കഴിഞ്ഞാൽ ഞാനത് സമ്മതിക്കാമെന്ന് മറ്റേ സിദ്ദിഖ് പറയുകയും ചെയ്തിരുന്നല്ലോ ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ഇത് തെളിവല്ലേ, സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത് അത് വളരെ സ്ട്രോങ് എവിഡൻസ് അല്ലേ, അതിനകത്ത് പറഞ്ഞിരിക്കുന്നല്ലോ അനീതിയാണെന്നുള്ളത്. അത് തന്നെയല്ല, ആ അനീതി ചെയ്തതിന് അവർ പിഴ അടച്ചിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞത് 100% വാസ്തവം തന്നെ. അതിങ്ങനെ ഞാൻ വായിച്ചിട്ട് പോലും ഇല്ലേ.
അറിഞ്ഞിടത്തോളം അത് എങ്ങനെയാണത് വാസ്തവമാണെന്ന് പറയാൻ പറ്റുക? ഒരു സൈഡ് കാര്യം നമ്മളൊരു കോടതി അങ്ങനെ ഒരു ലീഗൽ ഇതായിട്ട് വെച്ച് മൊഴി കൊടുത്തിട്ടില്ല. ഇല്ല, എന്നെ അറിയിച്ചിട്ടില്ല. അതാണ് അതിനകത്ത് വിഷയം. എൻ്റെ അടുത്ത് മറ്റേ ഇതെല്ലാം പറഞ്ഞിട്ട് പോലും എൻ്റെ പേര് മൊഴിയിൽ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാനെന്തിനാണ് അതിനെക്കുറിച്ച് ഇത് പറയുന്നത്? അച്ഛൻ്റെ വിഷയവും അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ജഡ്ജിമെൻറ്റിനെ കുറിച്ച് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ജഡ്ജിമെൻറ്റിനകത്ത് പരാമർശിച്ച് തീർച്ചയായിട്ടും ഞാൻ ആ മൊഴിയിൽ എൻ്റെ പേര് അതിനകത്തുണ്ട്. ആ ജഡ്ജിമെൻറ്റിൽ പോലെ എൻ്റെ പേരുമുണ്ട്, എൻ്റെ മൊഴിയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പേര് അതിനകത്ത് വരേണ്ടതാണ്. അതായത് എന്നെ ആരാണ് എഴുതി കൊടുത്തത്? ആ സംഘടനയാണോ എന്ന് എനിക്കറിയില്ല. ആരാണ് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാം, മാലാപാർവതി പറഞ്ഞതിൽ ചെറിയ വിഷയമുണ്ട്. അതത്ര സിമ്പിളല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ നിയമപരമായിട്ട്.